Hi guys! നമുക്ക് പ്രായം ചെല്ലുന്തോറും നമ്മുടെ ഫേസിൽ കുത്തും കോമയും പാടും കാര്യങ്ങളുടെ ഒക്കെ ഒരു അണിനിരയായിരിക്കും നമ്മുടെ ഫേസിൽ നിരന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കുത്തും പാടും കോമങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് ലൈറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ്സും ഗ്ലോയിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റൈസ് ഉപയോഗിച്ചിട്ടാണ്, അരി ഉപയോഗിച്ചിട്ടാണ്. അതും നമ്മുടെ സ്റ്റൈലിൽ, നമ്മുടെ ഷംനൂസിൻ്റെ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. ഈ ഒരു പാക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 20 വയസ്സ് കുറഞ്ഞിരിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അത്രയും സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പറായിട്ടുള്ള സ്കിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം കാണിക്കുന്നത് ആൽമണ്ട് ഗമ്മാണ്, നമ്മുടെ ബദാം പീസിനെ. ഞാനിത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ കുറച്ച് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കിയിട്ട്. ബദാം പീസും ചോദിച്ചു മേടിക്കുമ്പോൾ വൈറ്റ് കളർ ബദാം പീസും തന്നെ മേടിക്കണമെന്ന് അത് പറഞ്ഞത് കേൾക്കാണ്ട് കടയിൽ പോയി ചെന്ന് മേടിച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ബദാം പീസിന് 2 തരത്തിൽ നമുക്ക് കിട്ടും. ഒന്ന് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറായിട്ടായിരിക്കും കിട്ടുക, അതൊരിക്കലും മേടിക്കരുത്. അതല്ല നമുക്ക് വേണ്ടത് വൈറ്റ് കളറായിട്ടുള്ള ബദാം പിസിനാണ്, അതായത് ആൽമണ്ട് ഗം. ബദാം പിസി എന്നും പറയും, ആൽമണ്ട് ഗം എന്നും പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പേരിൽ ഏതെങ്കിലും ഒരു പേര് നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതും വൈറ്റ് കളർ തന്നെ മേടിക്കും. ഞാനിവിടെ സൈഡ് ചിത്രം കൊടുക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ അതിനൊരു 3-4 ആ ഗം എടുത്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. അത് കുതിർന്നിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 5-6 മണിക്കൂർ നേരത്തെ കുതിർക്കാൻ വെക്കണം. ഓക്കെ, ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മൾ വൈറ്റമിൻ ഇ ഓയിലാണ്. ഒരു 2 വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഈ ഒരു ബദാം പിസിനിൽ നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ്. നമ്മുടെ അരിപ്പൊടി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. റൈസ് പൗഡർ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു റൈസ് പൗഡർ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മാത്രമല്ല സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി വയ്ക്കാനായിട്ടും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ റോ മിൽക്ക്, പച്ച പശുവിൻ പാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് ഇവിടെ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു കൂട്ട് അരച്ചെടുത്ത് നല്ല മഷി പോലെ ലോഷൻ കണക്ക് അല്ലെങ്കിൽ നല്ലൊരു ക്രീം കണക്ക് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തക്കാളി ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ്, ആലോവേരയുടെ ജ്യൂസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങളുടെ സ്കിന്നിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാല് അടിപൊളി ക്ലെൻസറാണ്. മാത്രമല്ല സ്കിൻ ലൈറ്റൻ ആവാനായിട്ടും ഗ്ലോയിങ് ആവാനായിട്ടും ഒക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാല് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാല് ചേരാത്തവരുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ ഒരു ഓപ്ഷൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ളൊരു ജ്യൂസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് നമ്മൾ കൂട്ടിക്കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ബൗളിനകത്ത് കറക്കി നല്ല മഷി പോലെ പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ലോഷൻ അല്ലെങ്കിൽ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടുക കേട്ടോ. ഇത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്തും നമുക്കിത് വെള്ളം പോരാതെ വരും, അല്ലെങ്കിൽ ഈ ഒരു പാല് പോരാതെ വരും. അപ്പോൾ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാൽ അലർജി ഉള്ളവർ ജ്യൂസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടൊമാറ്റോയുടെ ജ്യൂസ്, തക്കാളി ജ്യൂസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. അരിച്ചെടുത്ത ശേഷം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ 1-2 തവണ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഒരു അല്പമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കാനില്ല മക്കളെ, ഫേസിലേക്ക് അങ്ങ് തട്ടിക്കോളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാക്ക്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാനൊരു നമ്മുടെ ഓൺലൈനിൻ്റെ ഇത് കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ഈ ഒരു ബദാം പീസിൻ്റെ ഓൺലൈനിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവിടുന്ന് പർച്ചേസിനെടുക്കും, നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണുന്ന പച്ചമരുന്ന് കടയിൽ പോയിട്ട് ബദാം പീസിൻ്റെ വൈറ്റ് കളർ ചോദിച്ചാൽ മതി, അവർ എന്തായാലും ഇത് എടുത്ത് തരും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫേസിൽ ഇതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 20-25 മിനിറ്റെങ്കിലും നിൽക്കാനായിട്ട് നോക്കുക. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചുളിവുകൾ പോവാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു പാക്ക്. നല്ല രീതിക്ക് സ്കിന്നിനെ ടൈറ്റൈൻ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ 20-25 മിനിറ്റെങ്കിലും നമ്മൾ നിന്നേ പറ്റൂ. അല്ലെങ്കിൽ മാക്സിമം അരമണിക്കൂർ, അതിൽ കൂടുതൽ ആരും വെച്ചിരിക്കേണ്ട കാര്യമില്ല. നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് അതങ്ങനെ ടൈറ്റനായിട്ട് നിൽക്കും നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ 1-7 ദിവസങ്ങൾ നിങ്ങളിത് ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 1-7 ദിവസങ്ങൾ നിങ്ങളിത് നിങ്ങളുടെ സ്കിൻ കെയർ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു
വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ അമേസിങ് റിസൾട്ടായിരിക്കും. അത്രയും സൂപ്പർ എഫക്റ്റീവ് റിസൾട്ടായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും അതെല്ലാം നല്ല രീതിക്ക് ഫെയ്ഡ് ഔട്ട് ആയിട്ട് നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റനായിട്ട് വരുന്നുണ്ടാവും. മാത്രമല്ല സ്കിന്ന് നല്ലൊരു ഗ്ലോയിങ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴുകാൻ നേരം നമ്മുടെ ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആലോവേറ ജെല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. എന്നും പറയുന്നതാണ്, ചില സമയങ്ങളിൽ നമുക്ക് പറയാതെ വിട്ടുപോകാം. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. എന്തൊരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസറോ ജെല്ലോ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 13 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് വരാവുന്നതാണ് കേട്ടോ. നോ പ്രോബ്ലം. 13 വയസ്സിനുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.